എൽ ജിയുടെ ഇൻവേർട്ടർ എ സി ആണോ നിങ്ങളുടെ വീട്ടിലുള്ളത് എങ്കിൽ അത് തണുപ്പില്ല എന്നൊരു പ്രശ്നം കാരണം അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ തണുപ്പ് കുറവായിരിക്കും. നമ്മൾ എ സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മുടെ പ്രശ്നമാണ്. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ വീട്ടിലെ എ സിയുടെ ഒരു അവസ്ഥ അതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഡസ്റ്റ് പിടിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഡസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൂളിംഗ് കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് വൺസ് ഇൻ എ മന്തെങ്കിലും നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കത് നല്ല കൂളിംഗ് തരുള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മുമ്പൊക്കെ എ സിയുടെ ഈ ഒരു ഭാഗം നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റുമായിരുന്നല്ലേ. എന്നാൽ ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നേരെ മറിച്ച് ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഈ ഒരു പോർഷനാണ് നമ്മൾ ഇങ്ങനെ തുറക്കേണ്ടത് ഫസ്റ്റായിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി, നമുക്കതിങ്ങോട്ട് തുറക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ തുറക്കുക. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വലതുവശത്തും തുറക്കാം. എന്നിട്ട് ഈ ഫ്ലാപ്പ് ചെറിയൊരു ലോക്കാണ്, ഈ ലോക്ക് ഒന്നിങ്ങനെ വിടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം അതിനുള്ളിൽ കുറേ മാറാലയും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഭാഗത്തെ മാറാല നമുക്കൊരു പ്രശ്നമല്ല. അത് നമുക്ക് ആദ്യം നമുക്ക് 2 സ്ക്രൂ അഴിച്ചെടുക്കാനുണ്ട്. ഒന്ന് ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലും ഒരു സ്ക്രൂ കണ്ടില്ലേ, ഈ ഒരു ബ്ലാക്ക് കളറിൽ ഈ ഒരു സ്ക്രൂ അഴിക്കുക. ഇതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും ഒരു സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ ഒന്ന് അഴിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയൊരു ടൈറ്റ് ഉള്ളതായിട്ട് തോന്നും നമുക്ക്. കാരണം ലെഫ്റ്റ് സൈഡ് 2 സ്ക്രൂ 2 സൈഡിലാണ്. ഈ സെൻറ്റർ പോർഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് ചെറുതായിട്ട് ലോക്ക് ഉണ്ട്, അവിടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് വല്ലാണ്ട് അമർത്തരുത്, ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്കത് തുറക്കാൻ കിട്ടും. ഈസിയാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് മേലോട്ട് പൊന്തിച്ചാൽ മതി. അത് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് എന്തിനാണ് ഊരി എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിൽറ്റർ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെയാണ് ഇതിൻ്റെ ഫിൽറ്റർ ഇരിക്കുന്നത്. നമുക്കിങ്ങനെ ഫ്രണ്ട് തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫിൽറ്റർ നമുക്ക് ഇവിടുന്ന് നമുക്ക് എടുക്കാം, നമുക്കത് ഊരി എടുക്കാൻ പറ്റും ഈ ഫിൽറ്റർ. കണ്ടില്ലേ, ഇത്രയും ഇതാണ്, അതിൽ പൊടിയും മാറാലയും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു എയർ സർക്കുലേഷൻ നമ്മുടെ എ സി നടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിൽ കൂളിംഗ് ഉണ്ടാവില്ല. നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് നമ്മുടെ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കാൻ എളുപ്പമാണ്. ഇവിടെ ചെറിയൊരു ഇതിങ്ങനെ പിടിക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരിക്കും. ഒന്ന് പുഷ് ചെയ്തിട്ട് മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഇതിവിടെ നിന്ന് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മളിങ്ങനെ ഊരിയെടുത്തിട്ട് നമ്മളത് ക്ലീൻ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിയോ നിങ്ങൾ, ഇത്രയും പരിതാപകര അവസ്ഥയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും എ സി തണുപ്പ് വളരെ കുറഞ്ഞപ്പോഴാണ് ഞാൻ പോലും ഇത് ശ്രദ്ധിച്ചത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഉൾവശം നോക്കാം. കണ്ടില്ലേ, ഇനി മുകളിൽ ഇത്ര ഉണ്ട്, ഉൾവശത്തും അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഫിന്നിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല ഡസ്റ്റ് ഉണ്ട്, നല്ല മാറാലുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താലേ നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു തണുപ്പ് കിട്ടുള്ളൂ. കണ്ട് ബാക്ക് വശമാണെങ്കിൽ പറയും വേണ്ട, ഭയങ്കരമായിട്ട് മാറാലയും പൊടിയും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേപോലെ ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ വളഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. കൈയൊന്നും പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളഞ്ഞു പോകും, കാരണം അത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇനി നമുക്കൊരു ബ്രഷ്, നമ്മുടെ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടാക്കണ്ട, ഇങ്ങനെ വലത്തോട്ടാക്കാൻ പാടില്ല കേട്ടോ. നേരെ മേളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് മേളിൽ നിന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫുൾ മാറാലയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു തുള്ളി വെള്ളം, നമ്മൾ കപ്പിൽ എന്തെങ്കിലും തുള്ളി വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്കത് ഫുള്ളായിട്ട് മൊത്തമായിട്ടൊന്ന് ഒരു ക്ഷമയോടുകൂടെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും നമുക്ക് തിരിച്ച് റീഫിറ്റ് ചെയ്യാം. നമ്മുടെ ഫിൽറ്റർ അങ്ങനെ അടിപൊളിയായിട്ടില്ലേ ഇപ്പോൾ. അപ്പോൾ ഈ ഫിൽറ്റർ നമുക്ക് മേളിൽ നിന്ന് ഒരു വശം ഇതേപോലെ പിടിപ്പിച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാം. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും വളരെ എളുപ്പമാണ്. നമ്മൾ മേൾവശത്തു നിന്നൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക, ഒന്ന് പുഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇതിനായിട്ട് നമ്മളൊരു ടെക്നീഷ്യൻ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആ 2 സ്ക്രൂ ഒന്ന് ഇട്ട് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട്, അതേപോലെ റൈറ്റ് സൈഡിൽ സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ ഒന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഏറ്റവും താഴത്തെ ഫ്ലാപ്പും കൂടെ ഒന്ന് പിടിപ്പിക്കാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 ലോക്കിലാണ് കേട്ടോ അത് ഇരിക്കുന്നത്. അപ്പോൾ നടുക്കിലൊരു ലോക്ക് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഈ ലോക്ക് കണ്ടില്ലേ, ഈ ലോക്കിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഇറക്കി കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് സെൻറ്ററിലും ഒരു ചെറിയ ലോക്ക് ഉണ്ട്, ആ ലോക്കിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ, ഈസിയാണ്. ഇറക്കി കൊടുത്തതിന് ശേഷം മുകളിലേക്ക് പ്രസ് ചെയ്യാം. മുകളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ 2 വശത്തുമാണ് അത് ലോക്കാവുന്നത്. ഈ വലതുവശത്ത് ലോക്കാവും, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കാവും. അതേപോലെ തന്നെ ഇടതുവശത്ത് ലോക്കാം. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം എന്തതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, സംഭവം ഓൺ ആയിട്ടുണ്ട്. ഒന്നൊരു നല്ല കൂളിങ്, ഹൈ കൂളിൽ ഇട്ട് കൊടുത്ത് നോക്കാം.
യെസ്, നല്ല കൂളിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.